ഹലോ നമസ്കാരം, ബ്രൗൺ ആണ്. അപ്പോൾ ഞാനും ഫാമിലിയും ഇപ്പോൾ നിൽക്കുന്നത് ഫിനിക്സ് പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഷീല പാലസിൻ്റെ 4th ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു അടിപൊളി ഓഫർ ഉണ്ടായിരുന്നു. നമ്മുടെ മലബാർ ബിരിയാണിക്ക് €6 ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബിരിയാണി 4 ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഫിനിക്സ് പാർക്കിൽ വന്നേക്കുവാണ്. ഇവിടെ മാനൊക്കെ കാണാനുണ്ടായിരുന്നു, മാനൊക്കെ കണ്ടു. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഷീല പാലസിൻ്റെ മലബാർ ബിരിയാണിയുടെ ഫാനാണ്. നമ്മളെപ്പോഴും അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിനിക്സ് പാർക്കിലേക്ക് വന്നത്. കൂടാതെ നമ്മുടെ മമ്മിക്ക് മാനയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മമ്മി മാനയൊക്കെ കണ്ടത് കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഷീല പാലസിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ സേവ് ചെയ്യുക. അവർ സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ അക്കൗണ്ട് അതൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. ശരിക്കും നമ്മൾ ഇന്ന് ഔട്ട്ഡോർക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷേ ഒരു ക്ലൗഡി ക്ലൈമറ്റും അതുപോലെ തന്നെ റെയിനും ഒക്കെ കാണിച്ച് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിന്ന് പുറത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇങ്ങനെയാക്കി മാറ്റിയത് കേട്ടോ. അപ്പോൾ ഷീല പാലസിൻ്റെ 4th ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് €6 ഉണ്ടായിരുന്നല്ലോ ബിരിയാണിക്ക്. അതാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലേ ഇപ്പോൾ ബിരിയാണി? എങ്ങനെയുണ്ട് മമ്മി? മമ്മിയുടെ ഫസ്റ്റ് ബിരിയാണി ഉണ്ട് അയർലൻഡിലെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഷീല പാലസിലെ ബിരിയാണി. അപ്പം എന്തായാലും 4th ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഈ €6 ബിരിയാണി കൊള്ളാം, പൊളി. അപ്പം ഷീല പാലസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. ശരിക്കും എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ചെറിയ അരിയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ അരിക്ക്. ജീരകസാല റൈസ്, കൈമ റൈസ് ഒക്കെയാണത്. അടിപൊളി. പിന്നെ ഏറ്റവും അടിയിലാണ് മസാല എന്നാണ് പറഞ്ഞത് അല്ലേടി മമ്മി? റിയൽ ആയിട്ട് പറഞ്ഞ മമ്മി, എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയാണോ? നാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബിരിയാണിയിലൂടെ. നാട് വീണ്ടും കിട്ടിയില്ല നമുക്ക്. അതാണ് അതെ. നല്ല അടിപൊളി ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇട്ട് കഴിക്കായിരുന്നു അല്ലേ. പ്രത്യേകം പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ. എന്താ പറയുക, സൂപ്പർ ബിരിയാണി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്.